കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ സാൽമൺ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എല്ലാവരും പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ സൗദിയിൽ വന്നിട്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് സാൽമൺ കഴിക്കാൻ പറ്റിയ ഞങ്ങൾ ഒലീവെന്ന് സാൽമൺ കണ്ടപ്പോൾ അങ്ങനെ സാൽമൺ വാങ്ങിച്ചു. അതിൽ 4 പീസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതിൽ 2 പീസ് നമ്മളുടെ കേരള സ്റ്റൈൽ രീതിയിൽ വറുത്ത് നോക്കാം. മറ്റേതെന്താ ശാലോ ഫ്രൈ, അതായത് അധികം മസാലാസ് ഒന്നുമില്ല, നാരങ്ങ നീരൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുളക് പൊടി ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അല്പം നമ്മളുടെ വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്യുക പറഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ഈ 2 കഷ്ണം സാൽമൺ അതിലെടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ മസാല ഒന്ന് പുരട്ടി നല്ലോണം പിടിപ്പിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ്സോളം ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചയൂണിന് എടുക്കാമെന്ന് കരുതി അങ്ങനെയാണ് അത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ശേഷം എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ ഫോറിനേഴ്സൊക്കെ ഈ അധികം മസാലയൊന്നും യൂസ് ചെയ്യാതെ ഈ മാംസങ്ങളും അതായത് ഫിഷും ചിക്കനും ഒക്കെ കഴിക്കുന്ന കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാൽമൺ കിട്ടിയതല്ലേ, അപ്പം അതങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പം വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് നാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും ജസ്റ്റ് അത് മാത്രം ഞാനൊന്ന് ആഡ് ചെയ്ത് ഉപ്പും എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മളുടെ ആദ്യത്തെ സെക്ഷൻ, ഈ സെക്ഷനിലാണ് ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മീൻ വറുക്കുന്നതിന് മുന്നോടിയായിട്ട് അതിൽ കുറച്ച് നമ്മളുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് ആ മീൻ മുഴുവനും കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പില. പല പരിമിതികളും ഉണ്ട് കേട്ടോ, ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ പരിമിതികൾ അത് മാറ്റി നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ മൂത്ത് വരുന്നു. അപ്പോൾ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ 2 എണ്ണം എന്ത് ചെയ്തു, ഒന്ന് ഉണ്ണീസിനും ഒന്ന് എനിക്ക്. ഉണ്ണി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയുള്ള 2 കഷ്ണം മീനാണ് വറുക്കുന്നത്. അപ്പം അത് നല്ല രീതിയിൽ എന്ത് ചെയ്തു, എണ്ണയിലിട്ട് നല്ലോണം മുരിച്ചെടുക്കണം. അധികം ഞാൻ മുരിക്കാറില്ല മീൻ. പണ്ട് സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ലോണം മീൻ ഇങ്ങനെ മുരിഞ്ഞിരിക്കണമായിരുന്നു. പക്ഷെ പിന്നെ വന്നിട്ട് ആ ഒരു ഇതൊക്കെ മാറി എനിക്കത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ശാലോ ഫ്രൈ, അതായത് അധികം മസാല ഒന്നും ഇല്ലാതെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത സാൽമൺ ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ എന്തെങ്കിലും മിസ് ഔട്ടായിപ്പോയി ആ ഒരു പോർഷൻ. ഞാൻ അതിൻ്റെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം. പാൻ വെച്ചു, അതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്തത്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം അതിലേക്ക് ഞാൻ ശകലം ജിഞ്ചർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗാർലിക്കും പിന്നെ പച്ചമുളകും എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ സാൽമൺ വെച്ചെടുത്ത് ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത്, അതായത് നല്ലൊരു വിധം വേവിച്ചെടുത്ത്, അധികം മുരിച്ച് കളയാതെ ഞാനൊരു ജസ്റ്റ് നമ്മൾ ഫോറിനേഴ്സ് ഞാൻ പറഞ്ഞില്ല അതേമാതിരി ഞാൻ ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് അത് പിന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാത്ത കുറച്ച് ചോറും അതിൻ്റെ ഇത്തിരി രസം എടുത്തിട്ടുണ്ട്. രസം എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ സാൽമൺ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രുചിയായിരുന്നു സംഭവം, എനിക്കിഷ്ടപ്പെട്ട്. ഇനിയും സാൽമൺ കിട്ടിയാൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.